ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്കിന്നൊരു കുമ്പളങ്ങ വെച്ചിട്ട് മോര് കാച്ചിയതുണ്ടാക്കാം. എന്തൊക്കെ വേണ്ടത് നോക്കാം. കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. പലരും പല രീതിയിലായിരിക്കും. ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം, എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വയ്ക്കാം, വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ചെറിയുള്ളിയും, 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ. ഇതൊന്ന് ഒതുക്കിയെടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ചോറും കൂടെ ചേർക്കുന്നുണ്ട്. 2 സ്പൂണ് ചോറ്, അതും കൂടെ കൂട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ചോറിന് പകരം പൊടി കലക്കിയിട്ട് ഒഴിക്കും ചിലർ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ഇനി അതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത്. ഇനി അത് താളിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് കടുകിട്ട് ഇച്ചിരി ഉലുവയും കൂടെ ഇടുക. 5-8 ഉലുവ കൂടിപ്പോയാൽ കയ്പ്പ് ചിലർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് അധികം വേണ്ട, കുറച്ച്. ഇത് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ. മോര് കറി റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.